ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ബുദ്ധിമാനോ അതോ മണ്ടനോ? സാധാരണയായി ആരോടും ഇങ്ങനെ ചോദിച്ചാൽ ആരും തന്നെ ഞാൻ മണ്ടനാണ് എന്ന് പറയില്ല. എല്ലാവരും തന്നെ തങ്ങളെ ബുദ്ധിമാനെന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ ബുദ്ധി എന്നതെന്താണ്? പലർക്കും തോന്നുന്നത് കൂടുതൽ പഠിച്ചാൽ, വലിയ ഡിഗ്രികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ജോലിയുണ്ടെങ്കിൽ അതാണ് ബുദ്ധി എന്നാണ്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വളരെ പഠിച്ചവരും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് കാണാം. അതുപോലെ അധികം പഠിച്ചിട്ടില്ലാത്ത ചിലർ ജീവിതത്തിൽ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതും കാണാം. ഒരു യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്നറിയാമോ? അവനെല്ലാം അറിയുന്നവനല്ല, പക്ഷേ തനിക്കറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായ ആളാണ്. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്ന് പഠിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അപ്പോൾ മണ്ടനാരാണ്? തനിക്കൊന്നും അറിയാത്തപ്പോഴും എല്ലാം അറിയുന്ന പോലെ പെരുമാറുന്നവനാണ്. ആരെങ്കിലും ഉപദേശം കൊടുത്താൽ അത് കേൾക്കാതെ എനിക്കെല്ലാം അറിയാം എന്ന് കരുതുന്നവൻ. ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബുദ്ധിമാനായ ആളുകൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. അവർക്കറിയണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന ആഗ്രഹമുണ്ടാകും. പക്ഷേ മണ്ടന്മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും പേടിയാണ്. കാരണം അവർക്ക് തോന്നുന്നത് ചോദ്യം ചോദിച്ചാൽ ആളുകൾ തങ്ങളെ മണ്ടനെന്ന് കരുതും എന്നതാണ്. ഇതിലും വലിയൊരു വ്യത്യാസമുണ്ട്. ബുദ്ധിമാനായ ആളുകൾ ഒരു തീരുമാനമെടുക്കുന്നതിനു മുമ്പ് കുറച്ചു സമയം ചിന്തിക്കും. അവർ അതിന്റെ ഫലങ്ങളെന്താകുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ മണ്ടന്മാർ ആദ്യം പ്രവർത്തിക്കും, പിന്നീട് പ്രശ്നം വന്നാൽ മാത്രമേ എന്താണ് പിഴച്ചത് എന്ന് ചിന്തിക്കൂ. മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. ബുദ്ധിമാനായ ആളുകൾക്ക് അവരുടെ തെറ്റ് സമ്മതിക്കാൻ ധൈര്യമുണ്ടാകും. ഞാൻ തെറ്റു ചെയ്തു എന്ന് പറയാൻ അവർക്ക് ലജ്ജയില്ല. പക്ഷേ മണ്ടന്മാർക്ക് ഒരിക്കലും തെറ്റ് സമ്മതിക്കാൻ കഴിയില്ല. തെറ്റു ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സത്യസന്ധമായി മറുപടി പറയൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ ബുദ്ധിമാനാണോ അതോ മണ്ടനോ എന്ന്.